നമസ്കാരം, ഞാൻ ഡോക്ടർ തസ്ലീന. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന അകാലനര എന്തുകൊണ്ടാണ്, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചാണ്. യുവാക്കൾക്കിടയിൽ അകാലനര ഇന്ന് വർദ്ധിച്ചു വരുന്ന ഒരു പ്രധാന ആരോഗ്യ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. 20കളുടെ തുടക്കം മുതൽ തന്നെ മുടിയിൽ വെള്ള നിറം കാണുന്നത് അസാധാരണമല്ലാത്തൊരു കാഴ്ചയായി ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. നര എന്നത് വാർദ്ധക്യത്തിൻ്റെ സ്വാഭാവിക ലക്ഷണമാണ്. ഇത് വളരെ നേരത്തെ സംഭവിക്കുന്നത് നിങ്ങളുടെ ജീവിതശൈലിയിലും പരിസ്ഥിതിയിലും പോഷകാഹാരത്തിലും സംഭവിക്കുന്ന ഗുരുതരമായ വീഴ്ചകളെയാണ് സൂചിപ്പിക്കുന്നത്. ശരിയായ ജീവിതശൈലി, കൃത്യമായ മുടി സംരക്ഷണം, മികച്ച പോഷകാഹാരം എന്നിവ അകാലനരയെ നിയന്ത്രിക്കാൻ സഹായിക്കും. പരമ്പരാഗതമായി 40കളിലും 50കളിലും മാത്രം കണ്ടുവന്നിരുന്ന ഈ അവസ്ഥ ഇപ്പോൾ 20കളിലും 30കളിലും എത്താൻ ജനിതകശാസ്ത്രം, ജീവിതശൈലി, പരിസ്ഥിതി എന്നീ 3 കാരണങ്ങളാണ്. മാതാപിതാക്കൾക്കോ മുൻ തലമുറയ്ക്കോ അകാലനര ഉണ്ടായിരുന്നുവെങ്കിൽ ജനിതകമായും നിങ്ങൾക്കിത് വരാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ ജനിതക ഘടകങ്ങൾക്കപ്പുറം ഇന്ന് നാം നേരിടുന്ന മലിനീകരണവും ഉയർന്ന സമ്മർദ്ദവും പോഷകങ്ങൾ കുറഞ്ഞ ഭക്ഷണ രീതിയുമാണ് മെലാനിൻ ഉൽപ്പാദനത്തെ സാരമായി ബാധിക്കുന്നത്. നഗരങ്ങളിലെ മലിനീകരണം മുടിയെ നേരിട്ട് ബാധിക്കുന്നു. അന്തരീക്ഷത്തിലെ വിഷവാതകങ്ങളും ഘനലോഹങ്ങളും മുടിയിഴകളെ ദുർബലപ്പെടുത്തുകയും മെലാനിൻ ഉൽപ്പാദനത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതിനൊപ്പം ചേരുന്ന അമിതമായ മാനസിക സമ്മർദ്ദം ശരീരത്തിൽ കോർട്ടിസോൾ ഹോർമോണിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. ഇത് മുടി ഫോളിക്കിളുടെ പ്രവർത്തനം മന്ദഗതിയിലാക്കുകയും വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങൾ വേഗത്തിലാക്കുകയും ചെയ്യുന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് നടത്തിയ പഠനമനുസരിച്ച് അമിതമായ മലിനീകരണവും UV റേഡിയേഷനും മുടിയിലെ മെലാനിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളായ മെലനോസൈറ്റുകളെ നശിപ്പിക്കുന്നു. ഇത് അകാലനരയ്ക്കുള്ള പ്രധാന ശാസ്ത്രീയ കാരണമാണ്. ഭക്ഷണക്രമത്തിലും അപാകതകളുണ്ടാകാം. പഞ്ചസാര അടങ്ങിയ പാനീയങ്ങൾ, സംസ്കരിച്ച ഭക്ഷണങ്ങൾ എന്നിവ കഴിക്കുന്നതിന് പകരം ഇലക്കറികൾ, നട്ട്സ്, വിത്തുകൾ, പഴവർഗ്ഗങ്ങൾ, പാലുൽപ്പന്നങ്ങൾ എന്നിവ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുക. കൂടാതെ ഭക്ഷണക്രമത്തിൽ ആവശ്യമെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം സപ്ലിമെൻറ്റുകളും ഉപയോഗിക്കുക. മുടിയുടെ ആരോഗ്യം നിലനിർത്താൻ അത്യന്താപേക്ഷിതമായ ചില പോഷകങ്ങൾ നമുക്കിവിടെ പരിചയപ്പെടാം. കോപ്പർ മെലാനിൻ ഉൽപ്പാദനത്തിന് ഏറ്റവും അത്യാവശ്യമാണ്. വൈറ്റമിൻ B12 ആൻഡ് വൈറ്റമിൻ B5 മുടി ഫോളിക്കിളുടെ ബലം വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നു. അയൺ, സിങ്ക് തുടങ്ങിയവ മുടിയുടെ വേരുകൾക്ക് കരുത്ത് പകരുന്നു. വിപണിയിലെ പല ഷാമ്പുകളിലും കണ്ടീഷണറുകളിലും അടങ്ങിയിരിക്കുന്ന സൾഫേറ്റുകൾ, പാരാബനുകൾ, കൃത്രിമ സുഗന്ധദ്രവ്യങ്ങൾ എന്നിവ തലയോട്ടിയിലെ സ്വാഭാവിക എണ്ണമയം നീക്കം ചെയ്യുകയും മുടിയെ വരണ്ടതാക്കുകയും ചെയ്യുന്നു. ഹെയർ സ്ട്രെയിറ്റ്നറുകൾ, കേളിംഗ് അയണുകൾ തുടങ്ങിയവയുടെ അമിതമായ ഉപയോഗം മുടിയുടെ ഘടനയെ തന്നെ തകർക്കും. സൾഫേറ്റ് രഹിത, പാരബൻ രഹിത ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഹീറ്റ് സ്റ്റൈലിംഗ് ഉപകരണങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. രാസവസ്തുക്കൾക്ക് പകരം സസ്യസത്തുക്കൾ അടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക. ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ചില പ്രകൃതിദത്ത മാർഗങ്ങൾ അകാലനരയെ തടയാൻ സഹായിക്കും. നെല്ലിക്ക വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻറ്റുകളാലും സമ്പന്നമായ നെല്ലിക്ക മെലാനിൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും തലയോട്ടിയിലെ രക്തചംക്രമണം മെച്ചപ്പെടുത്താനും സഹായിക്കും. അർഗൻ ഓയിൽ ഇതിലടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഇ, ഫാറ്റി ആസിഡുകൾ എന്നിവ ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തെ ചെറുക്കാൻ സഹായിക്കുന്നു. ചെമ്പരത്തി പരമ്പരാഗതമായി മുടി സംരക്ഷണത്തിൽ ഉപയോഗിക്കുന്ന ഇവ തലയോട്ടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഫലപ്രദമാണ്. ആധുനിക പഠനങ്ങളും ഇത് ശരിവെക്കുന്നു.